ഓം ശ്രീ ഗുരുഭ്യോ നമ. SMICT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കും ഞങ്ങളുടെ സ്ഥാപനവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂൺ 1-ാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം. മേടരാശിയിൽ കുജനും ഇടവത്തിൽ സൂര്യനും മിഥുനത്തിൽ ശുക്രൻ, ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളും, ചിങ്ങത്തിൽ കേതുവും, വൃശ്ചികത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ സർപ്പി, മീനത്തിൽ ശനി. തൊട്ടടുത്തുള്ള ദിവസം തന്നെ, അതായത് ജൂൺ 2-ന് വ്യാഴം കർക്കിടകത്തിലേക്ക് സംക്രമിക്കും. മാസമധ്യത്തോടുകൂടി സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കും. ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി സംക്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂൺ 1 മുതൽ 30 വരെ 12 രാശികളിലുമുള്ള 27 നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എങ്ങനെയാണ് എന്നതിനെപ്പറ്റി നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് അപ്രതീക്ഷിത ധനയോഗത്തിനൊക്കെ ഇടയുണ്ട്. എങ്കിലും അധിക ചെലവുകൾ ഉണ്ടാകും. യാത്രാവേളകൾ കൂടുതൽ കരുതലോടെ വേണം. സുതാര്യതയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യവിജയമൊക്കെ നേടിത്തരും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ശത്രുശല്യം കുറയും. വാചാലതയുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ പോലും സ്വാധീനത്തിലാക്കുവാനൊക്കെ കഴിയുന്നതാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യും. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണമൊക്കെ ചെലവഴിക്കും. സമൂഹത്തിൽ ഉന്നതന്മാരിൽ നിന്നും സഹായമൊക്കെ ലഭിക്കും. കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നതാണ്. എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് ഇടയാകും. പെട്ടെന്നുള്ള എടുത്തുചാട്ടവും മുൻകോപവുമൊക്കെ പല വിപത്തുകൾക്കും വഴിയൊരുക്കും. അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വിശ്വസിച്ച് ചെയ്ത ചില കാര്യങ്ങളിൽ നഷ്ടത്തിനൊക്കെ ഇടയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ നടത്താവൂ. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും ഒക്കെ വേണം. ഈശ്വര ചിന്ത കൈവിടരുത്. സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിക്കണം. ആലോചന കൂടാതെയുള്ള പ്രവർത്തനങ്ങളിൽ അപവാദത്തിനിടവരുത്തും. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത്. കടുംപിടുത്തം ഒഴിവാക്കേണ്ടതുണ്ട്. മകീരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മൂലം മനോവിഷമം ഉണ്ടാക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാനൊക്കെ ഇടയുണ്ട്. ചതിയിൽപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നതാണ്. അന്യസ്ത്രീകളുമായിട്ടുള്ള ബന്ധം വ്യക്തിത്വത്തിന് തന്നെ കോട്ടം സംഭവിക്കും. അടുത്തത് തിരുവാതിര. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ശത്രുക്കളൊക്കെ ശ്രമിക്കും. കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടരുത്. അകന്നു നിന്നിരുന്നവർ അടുത്തു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തത് പുണർദം. അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടുകൂടി വേണം. ജീവിതത്തിൽ അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കണം. കൈവശമുള്ള പണം കൈവിട്ടു പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു തുടങ്ങും. അനാവശ്യ ചെലവുകൾ നിയന്ത്രണ വിധേയമാകും. തടസ്സങ്ങളെ തന്ത്രപരമായി നേരിടും. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. പുതിയ ബന്ധങ്ങൾ കരുതലോടുകൂടി വേണം ചെയ്യുവാൻ. ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാപാരികൾക്ക് കാലം അനുകൂലമല്ലെങ്കിലും
നഷ്ടത്തിനിട കാണുന്നില്ല. കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും. പാഴ്ചെലവുകൾ നിയന്ത്രിക്കുക. ശത്രുദോഷം കുറയും. എന്നാൽ അനർഹരെ സഹായിച്ച് ശത്രുത സമ്പാദിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കടബാധ്യതകൾ തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്രം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. അഭയം തേടി വരുന്നവർക്ക് ആശ്രയമൊക്കെ നൽകും. തൊഴിൽ മേഖല പൊതുവെ സമാധാനപരമായി കാണുന്നു. ധനലാഭം, ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവ അനുഭവപ്പെടും. എതിർപ്പുകളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തും. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ പലവിധ ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. പൂരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഇടയുണ്ട്. കോടതി കേസുകളൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സഹോദര ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു നിൽക്കും. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നേരിൽ കാണാനുള്ള യോഗമുണ്ടാകും. അടുത്തത് ഉത്രം. പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. വ്യാപാരം അഭിവൃദ്ധിപ്പെടും. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കണം. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. അത്തം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലൊക്കെ നടക്കാനിടയുണ്ട്. വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം. പൊതുചടങ്ങുകളിൽ നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെടും. ചിത്ര നക്ഷത്രക്കാർക്ക് വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം കാണുന്നില്ല. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം. ആവശ്യമില്ലാത്ത എടുത്തുചാട്ടം ദോഷഫലം ചെയ്യും. ധനത്തിൻ്റെ പേരിൽ സ്വജനങ്ങളുമായി പിണങ്ങേണ്ട സാഹചര്യം കൂടി കാണുന്നുണ്ട്. സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനുമൊക്കെ ഇടയാകും. ചോതി നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. സഹായ വാഗ്ദാനങ്ങൾ കൊണ്ട് ഗ്രഹ അന്തരീക്ഷം ദോഷമാക്കും. വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനം ഒഴിവാക്കണം. ദമ്പതികൾ കഴിയുന്നതും അനാവശ്യ പിണക്കങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. വിശാഖ നക്ഷത്രക്കാർക്ക് പാഴ്ചെലവുകൾ കൂടും. രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുരവ്യാപകമായ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകും. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളേണ്ടതുണ്ട്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് മൂലം പലരുടെയും അതൃപ്തിക്കൊക്കെ ഇടയാകും. കള്ളന്മാരിൽ നിന്നും ഉപദ്രവമുണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ പ്രത്യേകം സൂക്ഷിക്കണം. അനിഴം നക്ഷത്രക്കാർക്ക് നിസാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കുന്നതാണ്. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളും ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ടതുണ്ട്. അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നോക്കണം. വാക്കുതർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൂട്ടു ബിസിനസ്സിൽ നഷ്ടത്തിനിട വരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനാകും. ദമ്പതികൾ പിണക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി രമ്യതയിൽ വർത്തിക്കാനൊക്കെ ശ്രമിക്കണം. മൂല നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക വിഷമതകളിൽ നിന്ന് മോചനം ലഭിക്കും. യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. മികച്ച തൊഴിലവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആശയക്കുഴപ്പത്തിലാകും. പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് സുഹൃത്തുക്കളൊക്കെ സഹായിക്കും. ദമ്പതികൾ കലഹം ഒഴിവാക്കണം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പണമോ ആഭരണമോ ഒക്കെ തിരികെ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അപവാദങ്ങളിൽ ചെന്ന് ചാടരുത്. മാതാപിതാക്കളുടെ നീരസമൊക്കെ മാറിക്കിട്ടുന്നതാണ്. സത്യസന്ധമായ പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും. ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രയത്നങ്ങൾക്കൊക്കെ ബലം ലഭിക്കും. ഇഷ്ടജനങ്ങൾ ശത്രുചേരിയിലാകാനുള്ള ഇടയുണ്ട്. ആശയക്കുഴപ്പം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരദേശത്തെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് സുഹൃത്തുക്കളൊക്കെ സഹായിക്കും. ദമ്പതികൾ കലഹം ഒഴിവാക്കുക. തിരുവോണം നക്ഷത്രക്കാർക്ക്
തൊഴിൽ തർക്കം പരിഹരിക്കും. കുടുംബകാര്യങ്ങളിൽ അഭ്യുദയാകാംക്ഷികളിൽ നിന്നും സഹായം ലഭിക്കും. ധനമിടപാടിൽ ജാഗ്രതയൊക്കെ പാലിക്കണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. വാഗ്ദോഷം വരാതെ നോക്കണം. അവിട്ടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ ധീരമായി നേരിട്ട് പരാജയപ്പെടുത്തും. അവിചാരിതമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. അപമാന ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി കുറയ്ക്കുക. ചതയം നക്ഷത്രക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം മാറുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. കാര്യങ്ങളിൽ ചെറിയ മന്ദഗതി അനുഭവപ്പെടും. അഗ്നി, വൈദ്യുതി എന്നിവയിൽ നിന്നുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ നല്ലവണ്ണം ശ്രദ്ധ വേണം. വിശ്വാസവഞ്ചന സൂക്ഷിക്കുക. പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് അലസത വെടിയണം. നാഡി ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അവഗണിക്കരുത്. വിദഗ്ധ ചികിത്സകളാൽ രോഗശമനം ഉണ്ടാകും. ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കണം. വീഴ്ച, ചതവ് എന്നിവയൊക്കെ വരാതെ നോക്കുക. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവുമൊക്കെ ഉണ്ടാകും. ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികപരമായി സഹായിക്കുന്നതാണ്. പിതാവിൻ്റെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരും. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ മൂലം അഹങ്കരിക്കരുത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതത്വ അവസ്ഥ മാറിക്കിട്ടും. ധനലാഭം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരമൊക്കെ ലഭിക്കും. അസുഖങ്ങൾ അവഗണിക്കരുത്. ജീവിതത്തിന് അടുക്കും ചിട്ടയും കൊണ്ടുവരാനായി ശ്രമിക്കണം. ഇവയെല്ലാം ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.